أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അലക്കിലെ 16-17 വചനങ്ങളാണ് ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അങ്ങനെയല്ല, അവൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അവൻ വിരമിച്ചില്ലെങ്കിൽ നിശ്ചയമായും നാം അവൻ്റെ മുൻകുടമ ഊക്കോടെ പിടിച്ചു വലിക്കുന്നതാണ്. കള്ളം പറയുന്ന മഹാപാപിയായ മുൻകുടമ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കല്ല എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല എന്നാണ്. നമ്മുടെ ദാസൻ ബലഹീനനും സഹായകരില്ലാത്തവനും സംരക്ഷകരില്ലാത്തവരുമാണെന്ന് മനസ്സിലാക്കിയാണ് ആരാധനയിൽ നിന്നും തടയുന്നതെങ്കിൽ നിങ്ങളുടെ ഇത്തരം ചിന്താഗതികൾ വിലപ്പോകില്ല. തങ്ങളുടെ ശക്തിയും ബലവും അംഗബലവും കാരണം നമ്മെ ആരും നേരിടില്ല എന്ന അഹങ്കാരത്തോടും ഹുങ്കോടും കഴിയുന്ന രാജാവിനെയും നാം നേരിട്ടുകൊണ്ട് അവരുടെ അഹങ്കാരത്തെ നാം ഇല്ലാതാക്കുന്നതാണ്. സഫ്ഉൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു വസ്തുവിനെ പിടിച്ച് വലിച്ചിഴക്കുന്നതിനെയാണ്. നിഷേധികളിൽ ഉണ്ടായിരുന്ന ദുസ്വഭാവമായിരുന്നു മുസ്ലിങ്ങൾ നമസ്കാരത്തിനോ മറ്റോ പോകുന്ന സന്ദർഭങ്ങളിൽ അവരുടെ കാലോ മുടിയോ പിടിച്ച് ശക്തിയായി വലിച്ചിഴക്കുമായിരുന്നു. എന്നിട്ട് ചോദിക്കും, നമ്മുടെ ബിംബങ്ങളെ വിട്ട് അള്ളാഹുവിനെ എന്തിനാണ് ആരാധിക്കുന്നത്? നിഷേധികളുടെ മർദ്ദനങ്ങൾക്കും അക്രമങ്ങൾക്കും ഇരയായ സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിൻ്റെ വിജയകാലത്ത് തൻ്റെ കമീസ്, തൻ്റെ വസ്ത്രം അഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ട് കൂടെയുള്ളവർ അമ്പരന്നു. കാരണം നിഷേധികൾ വലിച്ചിഴച്ചതിൻ്റെ പാടുകൾ ശരീരമാസകലം ഉണ്ടായിരുന്നു. കൂടെയുള്ളവർ ആദ്യം മനസ്സിലാക്കിയത് വല്ല രോഗവും പിടിപെട്ടതിൻ്റെ അടയാളമായിരിക്കും. എന്നാൽ സ്വഹാബിയോട് ഇതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിഷേധികൾ ചെയ്ത ഉപദ്രവങ്ങളുടെ അടയാളമാണിത്. ബിംബാരാധന നടത്താത്തതിന് നമ്മുടെ യജമാനൻ നമ്മുടെ കാലിൽ കയർ കെട്ടി വലിച്ചിഴക്കുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ മുടി പിടിച്ച് വലിച്ചിഴക്കും. അത്തരം ഘട്ടങ്ങളിൽ ശരീരം കല്ലുകളിലും മറ്റും ഉരഞ്ഞ് ചോര പൊടിയുമായിരുന്നു. അതിൻ്റെ അടയാളമാണ് എൻ്റെ ശരീരത്തിലുള്ളത് എന്ന് ആ സ്വഹാബി പറയുകയുണ്ടായി. അള്ളാഹു പറയുന്നു, നിങ്ങൾ ചെയ്ത ഉപദ്രവങ്ങൾക്ക് ശിക്ഷ നൽകുന്നതാണ്. നാം കണ്ടതാണ് അള്ളാഹു അബൂജഹലിനോട് ഏത് രീതിയിലാണ് പെരുമാറിയത്. ബദർ യുദ്ധശേഷം അബൂജഹലിൻ്റെ ശിരസ് വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹത്തിനായി തയ്യാറാക്കിയ ഖബറിൽ ഇടുകയുണ്ടായി. ഇത്തരത്തിൽ അള്ളാഹു തൻ്റെ കൽപ്പന ലനസ്ഫഅൻ ബിൻ നാസിയ നാസിയത്തിൻ കാസിബത്തിൻ ഖാത്തിയ നടപ്പിൽ വരുത്തി. ആക്ഷേപകർക്ക് പറയാം മരിച്ച വ്യക്തിയെ വലിച്ചിഴച്ചു എന്ന്. എന്നാൽ ജീവിച്ചിരിക്കെ അബൂജഹലിനെ പോലുള്ളവർ മുസ്ലിങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ ഭയാനകമായിരുന്നു. അവിടെ ജീവനുള്ളവരെയാണ് വലിച്ചിഴച്ചതെങ്കിൽ ഇവിടെ മരിച്ചവരെയാണ് വലിച്ചിഴച്ചത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലവും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു വന്ന ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറയുകയുണ്ടായി. ബിലാൽ റളിയല്ലാഹു അൻഹു തൻ്റെ ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ എന്നതിന് അസ്ഹദു എന്ന ഉച്ചാരണത്തോടെ ബാങ്ക് വിളിച്ചപ്പോൾ ബിലാലിനെ കുറിച്ച് അറിവില്ലാത്ത മദീനവാസികൾ ചിരിക്കുകയുണ്ടായി. ഇക്കാര്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സ് വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയുകയുണ്ടായി, ബിലാലിൻ്റെ ബാങ്കിൽ അസ്ഹദു എന്ന് കേട്ട് നിങ്ങൾ ചിരിക്കുന്നു. എന്നാൽ അള്ളാഹു ബിലാലിൻ്റെ ഉച്ചാരണത്തിൽ
സന്തോഷിക്കുന്നു. അതിന് കാരണം മക്ക മുശ്രിക്കീങ്ങൾ ബിലാൽ ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചിഴക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ നിന്നും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കല്ലാതെ മറ്റൊന്നും വന്നിരുന്നില്ല. ജീവന് വേണ്ടി മല്ലിടുമ്പോഴും അള്ളാഹുവിനെ കൈവിടാത്ത ദാസന്റെ അഷ്ഹദു എന്ന ഉച്ചാരണം അള്ളാഹുവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനാലാണ് അള്ളാഹു സന്തോഷിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്.